അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച, അതിപ്രഗത്ഭമായ ദിവസം. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഈ ദിവസത്തിലേക്ക് നമ്മെ എത്തിപ്പിച്ചത് വലിയ ഒരു സന്തോഷകരമായ വിഷയമാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാൻ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ജുമാക്ക് പ്രത്യേകമായി നാം ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ട ഒരു സൂറത്തിനെ കുറിച്ച് പറയുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച ഈ സൂറത്ത് ഓതുകയാണെങ്കിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഗുഫിറ ലഹു, അവൻ്റെ പാവങ്ങൾ അള്ളാഹു പൊറുത്തു കൊടുക്കും. മാത്രമല്ല, ബനല്ലാഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അള്ളാഹുവിനേക്ക് വീട് പണിത് കൊടുക്കുമെന്ന് മുത്ത് റസൂൽ പഠിപ്പിച്ച ഒരു സൂറത്ത്. മാത്രമല്ല, 70,000 മലക്കുകൾ അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും, പൈശാചിക ജിന്ന് ഇങ്ങനെ കണ്ണീറുകളെ തൊട്ട് എല്ലാം അവനക്ക് വലിയ കാവൽ കിട്ടുന്ന ഒരു സൂറത്തും കൂടി. മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഇന്നൊരു ഇസ്തിഗ്ഫാർ നാം പറയുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അത്ഭുതകരമായ നേട്ടങ്ങളും നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരുന്ന പ്രധാനപ്പെട്ടവരെ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റമളാൻ അള്ളാഹു നമുക്ക് നൽകിയത് തന്നെ വലിയ ഭാഗ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വെള്ളിയാഴ്ച, അതും ആദ്യത്തെ വെള്ളിയാഴ്ച. അൽഹംദുലില്ലാഹ്, അള്ളാഹു ദുആക്ക് ഇജാബത്തുള്ളതാണ്. കാരണം വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്തുണ്ട്. റമളാൻ്റെ വെള്ളിയാഴ്ചയാകുമ്പോൾ പിന്നെ പറയേണ്ടതില്ല, പ്രത്യേകമായൊരു ഇജാബത്താണ്. നാം അള്ളാഹുവിനോട് ചോദിക്കുന്ന ഏത് ചോദ്യവും അള്ളാഹു സ്വീകരിക്കുകയും അതിന് തക്ക പ്രതിഫലം നൽകും. പ്രത്യേകിച്ച് ഇന്ന് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, തീർച്ചയായും ഇന്ന് ദുആ ചെയ്യണം. നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാൻ നല്ലൊരു അവസരം, സമയമാണ്. ഇന്ന് അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുകയില്ല എന്ന് സംശയിക്കൽ പോലും പാടില്ലാത്ത കാര്യമാണ്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നാം ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു നിറവേറ്റിത്തരും. എൻ്റെ പ്രിയമുള്ളവരെ, നാം ചൊല്ലേണ്ട പ്രധാനപ്പെട്ട നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരുന്ന ദിക്ർ അസ്തഗ്ഫിറുല്ലാഹ റബ്ബി വഅതൂബു ഇലൈഹി എന്നുള്ളതാണ്. ഇതൊരു 30 തവണ ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹ റബ്ബി വഅതൂബു ഇലൈഹി എന്നിങ്ങനെ 30 പ്രാവശ്യം ചൊല്ലാൻ നമ്മുടെ പ്രയാസങ്ങൾക്കൊക്കെ ഇത് ധാരാളമാണ്. പിന്നെ മറ്റൊരു സൂറത്ത്, അതായത് സൂറത്തു ദുഖാൻ, എൻ്റെ പ്രിയമുള്ളവരെ, നാം പാരായണം ചെയ്യണം. സൂറത്തു ദുഖാൻ നമുക്ക് ഒരുപാട് ഗുഫിറ ലഹു ബനല്ലാഹു ബൈതൻ ഫിൽ ജന്ന ഹദീസുകളിലൊക്കെ കാണാം. അവൻ്റെ പാവങ്ങൾക്ക് പൊറുക്കപ്പെടാനും അവൻ്റെ സ്വർഗത്തിലൊരു വീട് അള്ളാഹു പണിതു തരുമെന്നാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് പോയാലല്ലേ സ്വർഗത്തിൽ വീട് കിട്ടുകയുള്ളൂ. സ്വർഗത്തിൽ പോകാനും ഈ സൂറത്ത് ഒരു അവസരം കിട്ടുമെന്ന്. സൂറത്തു ദുഖാൻ ചെറിയ ആയത്തുകളാണുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുറേ സമയം വേണ്ട ഓതി തീർക്കാൻ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ സൂറത്തിൻ്റെ എല്ലാ ബർക്കത്തും ഹുർമത്തും അള്ളാഹു നമുക്ക് നൽകട്ടെ. സ്വർഗത്തിൽ അള്ളാഹു ഒരു വീട് നൽകട്ടെ. നമ്മുടെ സർവ്വ പാപങ്ങൾ അള്ളാഹു പൊറുത്തരട്ടെ. മലക്കുകളുടെ പ്രാർത്ഥന ഉള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.